ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിന്ദ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സൈനസൈറ്റിസ് അല്ലെങ്കിൽ ദുഷ്ടപ്രതിഷ്ഠ എന്ന ആയുർവേദത്തിൽ കോറിലേറ്റ് ചെയ്യുന്ന കണ്ടീഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തലവേദന, അതുപോലെ തന്നെ മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, അതുപോലെ തന്നെ മുഖത്ത് തൊടുമ്പോൾ തന്നെ ഉള്ള വേദന, പ്രത്യേകിച്ചും കവിളിലും പുരികത്തിന് താഴെയായിട്ടും വേദന വരിക, അതുപോലെ തന്നെ ശ്വാസം എടുക്കാൻ തന്നെ ബുദ്ധിമുട്ട് വരിക. ഇത് മൂർച്ഛിക്കുന്ന സമയത്ത്, രോഗാവസ്ഥ മൂർച്ഛിക്കുന്ന സമയത്ത് മണവും അതുപോലെ തന്നെ മണവും രുചിയൊന്നും അറിയാൻ വയ്യാത്ത അവസ്ഥ വരിക, അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലോ പച്ച നിറത്തിലോ കഫം വരിക, അതുപോലെ തന്നെ മൂക്കിൽ നിന്ന് രക്തസ്രാവം വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് രോഗം മൂർച്ഛിക്കുന്ന സമയത്ത്. അതുകൊണ്ട് നമ്മളിത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. തണുത്ത ആഹാരങ്ങൾ, അതുപോലെ തന്നെ പഴകിയ ആഹാരങ്ങൾ, അതുപോലെ തന്നെ പൊടി, തണുത്ത കാലാവസ്ഥ ഇതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. മാത്രമല്ല പാല്, മോര്, അതുപോലെ തന്നെ തൈര്, അതുപോലെ തന്നെ ഉഴുന്ന് ഇതെല്ലാം ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ആയുർവേദത്തിൽ എന്തൊക്കെ ചികിത്സകൾ ചെയ്യാമെന്ന് നോക്കാം. അതിൽ ആദ്യമായിട്ട് രാസനാദി ചൂർണം ചെറുനാരങ്ങ നീരിലിടുന്നത് വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും രാസനാദി ചൂർണം ചെറുനാരങ്ങയിൽ ചാലിച്ച് നീരിൽ ചാലിച്ച് മുഖത്ത് വേദനയുള്ള ഭാഗത്ത്, പ്രത്യേകിച്ച് കവിളിലും പുരികത്തിന് താഴെയായിട്ട് ഇടുന്നത് വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. അത് രാത്രി ഈ ലേപനം ഇടാൻ പാടില്ല. മാത്രമല്ല ഇത് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയണം. ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയേണ്ടതാണ്. അതുപോലെ തന്നെ പിന്നെ ഉള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നസ്യമാണ്. അതിൽ നമ്മൾ കർപ്പൂരാതി തൈലം മുഖത്തും അതുപോലെ തന്നെ നെഞ്ചിലും എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒരു ആവി പിടിക്കണം. അതിനുശേഷം അണുതൈലം 2 തുള്ളി വീതം ഓരോ മൂക്കിലും ഇറ്റിക്കുന്നത് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു ചികിത്സയാണ്. നസ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ രാവിലെ ആയിരിക്കണം നസ്യം ചെയ്യേണ്ടത്. മാത്രമല്ല ആഹാരം കഴിക്കുന്നതിന് മുമ്പ് വേണം നസ്യം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അധികം തണുപ്പുള്ള ആഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. മാത്രമല്ല തല കുളിക്കാൻ പാടില്ല നസ്യം ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ അധികം തണുത്ത കാറ്റ്, പൊടിപടലങ്ങൾ ഇതൊന്നും ഏൽക്കാതെ നോക്കണം. അതുപോലെ തന്നെ വായിൽ കൊള്ളുന്ന വെള്ളം ചൂടുവെള്ളമായിരിക്കണം വായിൽ കൊള്ളേണ്ടത്. തണുത്ത വെള്ളം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല നസ്യം ചെയ്യുന്ന സമയത്ത്. മാത്രമല്ല തല കുളിക്കാനും പാടില്ല. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഈ നസ്യം ട്രീറ്റ്മെൻറ്റ് 3, 4, 5 ദിവസം ചെയ്യുമ്പോൾ നമുക്ക് ഈ രോഗാവസ്ഥയിൽ നിന്ന് പൂർണ്ണമായ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മാത്രമല്ല നമ്മൾ ഒരു പഥ്യമായിട്ടുള്ള ആഹാര രീതികളും ഒക്കെ ആയിരിക്കണം ഇതിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. മാത്രമല്ല ഉള്ളിൽ കഴിക്കേണ്ട മെഡിസിൻസ്, അതായത് മരുന്നുകൾ നമ്മൾ വിദഗ്ധമായ ഒരു ആയുർവേദ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചതിന് ശേഷം അത് വാങ്ങിച്ച് കഴിക്കേണ്ടതാണ്. ഈ ഒരു ചികിത്സാ രീതി കൊണ്ട് സൈനസൈറ്റിസിനെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കുന്നതാണ്. ആയുർവേദത്തിൽ ഏറ്റവും ഫലപ്രദമായി പറയുന്ന നസ്യമാണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചികിത്സ. ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്.